എൻ്റെ പേര് റഷീദ്. എൻ്റെ സ്ഥാപനമുള്ളത് പെരിങ്ങന്നൂരാണ്. സ്ഥാപനത്തിൻ്റെ പേര് MV ഇൻഡസ്ട്രീസ് ആണ്. ഞാൻ ചെറുപ്പം മുതൽ ഈ ജോലിയാണ് പഠിച്ചിട്ടുള്ളത്. അതിന് ഒരു നീണ്ട ഗ്യാപ്പ് വന്നിരുന്നു, വിദേശത്തായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 12 വർഷമാവണം. 11 വർഷം 10 വർഷം 11 വർഷത്തോളമായി നമ്മളിപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ചെയ്യാറുള്ളത് മെയിനായിട്ട് ഇപ്പോൾ ഡ്രസ് വർക്കുകളാണ്. എല്ലാവിധ ഡ്രസ് വർക്കുകൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗേറ്റുകൾ, ഏതെല്ലാം മോഡൽ പാർട്ടി നമുക്ക് തരുന്നുണ്ട് ആ മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഗ്രില്ലുകൾ, എല്ലാ തരത്തിലുള്ള ഗ്രില്ലുകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കട്ടള ജനലുകൾ, ഇരുമ്പ് സംബന്ധമായ ഒരു 85% ഐറ്റംസ് നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. പാർട്ടിക്കാർ ആവശ്യപ്രകാരം നമ്മൾ ഏത് മോഡൽ വേണമെങ്കിലും, ഗേറ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ ഗ്രിൽസ് ആണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. വർക്ക് പഠിക്കുന്ന സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തിരുന്നു, പഴയ സമയങ്ങളിൽ വർക്ക് ചെയ്തിരുന്നിരുന്നു നമ്മൾ ഡിസൈൻ വളച്ചുണ്ടാക്കുമായിരുന്നു. ഓരോന്നും നമുക്ക് വളച്ച് ഡിസൈൻ, ഒരു പാർട്ടി പറയുന്ന കാറ്റലോഗ് കാണിച്ചു കൊടുത്തിട്ട് ആ കാറ്റലോഗ് പ്രകാരം നമ്മൾ വളച്ചുണ്ടാക്കുമായിരുന്നു ഡിസൈൻ. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ നമുക്ക് എല്ലാം റെഡിമെയ്ഡ് കിട്ടാണ്ട് നമുക്ക് ഏതൊരു മോഡൽ വേണമെങ്കിലും നമുക്ക് ആവശ്യപ്രകാരം പാർട്ടി നമുക്ക് ഏത് മോഡൽ ആവശ്യപ്പെടുന്നെങ്കിൽ ആ മോഡൽ നമ്മൾ അയച്ചു കൊടുത്താൽ അതിന്റെ നമ്പർ ഉണ്ട്. അതിന് ഓരോന്നിനും ഓരോ പാറ്റേൺ നമ്പർ ഉണ്ട്. ആ നമ്പർ പ്രകാരം നമ്മൾ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് 2 ദിവസം 3 ദിവസമുള്ള നമുക്കത് അടിച്ചു തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ ഒരു ഈസിയാണ്. ഒരു പണിക്കും നമുക്ക് വിഷമില്ല. ഏത് വർക്കാണ് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വർക്കർമാരെ കിട്ടാനും പ്രശ്നമാണ്. മറ്റുള്ള ഈ മേഖലയിൽ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിൽ നമുക്ക് സാധാരണ വർക്ക് ചെയ്യുമ്പോൾ ഇത് വളച്ച് നമുക്ക് പഠിച്ചുണ്ടാക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇന്നിപ്പോൾ ഒരു 6 മാസം പോകാനും വെൽഡർ പണിക്കാരനാണ്. അപ്പൊ ആ ഒരു പ്രശ്നം ഞങ്ങളെ സാധാരണ വർക്ക്ഷോപ്പുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ ഫീൽഡ് ഒരു ശരിക്കും ഒരു മത്സര ഫീൽഡാണ്. കാരണം നമ്മളിപ്പോൾ പോയിട്ട് ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ജനങ്ങൾ, പാർട്ടി, കസ്റ്റമർ നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കില്ല. ഒരു വർക്ക്ഷോപ്പേരം പണി ചെയ്യുന്ന പോലെ അല്ല ഒരു സൈറ്റില് പുറത്ത് നടന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ ചെന്ന് വർക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരതിന്റെ ക്വാളിറ്റി നോക്കില്ല. വർക്ക്ഷോപ്പുകാരനെ അതോ ജസ്റ്റ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ വീണ്ടും കസ്റ്റമർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നടന്ന് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അവരെ വീണ്ടും വിളിച്ച് അവർ ഫോൺ എടുക്കാതെ, അല്ലെങ്കിൽ പിന്നെ അവരെ വീണ്ടും തിരിച്ചവരെ കോൺടാക്ട് ചെയ്താൽ കിട്ടാത്തൊരു രീതിയിലാണ് അവർ വരുന്നത്. പക്ഷെ വർക്ക്ഷോപ്പ് ആകുമ്പോൾ കസ്റ്റമർക്ക് എപ്പോഴും വർക്ക്ഷോപ്പ് വന്നിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട്. മറ്റേത് അതില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് മുകളിൽ ശരിക്കും കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു വർക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു 130 ഷീറ്റ് വർക്ക് അല്ലെങ്കിൽ 150 സാധാരണ നോർമൽ ഷീറ്റ് വർക്ക് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചെടുക്കുന്ന ടീമുണ്ട്. ഈ നടന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചെടുത്താൽ മതി. കാരണം അവർക്ക് അവരുടെ ലേബർ വർക്ക് മാത്രം കിട്ടും. നമുക്ക് അങ്ങനെ നമ്മളാകുമ്പോൾ നമുക്ക് ഒരു സ്ഥാപനമുള്ളതാണ്. അതിന്റെ ഒരു റെന്റിന്റെ ചെറിയൊരു ലാഭവിധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അതാണ് ഞങ്ങളും അവർ നടന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടിയുള്ള മാറ്റം. ഇപ്പൊ ഞാൻ ഗുരുവായൂർ ഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ഗുരുവായൂരും 2-3 വർക്ക് ഞങ്ങൾ ഗുരുവായൂർ ഭാഗത്ത്, അതുപോലെ കൊളപ്പള്ളി, കൈലാട് ഏരിയ, അങ്ങനെയുള്ള ഏരിയ, പട്ടാമ്പി, ചാലശ്ശേരി, ആ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. ഒരുവിധമുള്ള സ്ഥലങ്ങളൊക്കെ പാർട്ടിക്കാർ വിളിക്കുമ്പോൾ ഞങ്ങൾ ചെന്ന് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. എവിടെ ചെന്നും വർക്ക് ചെയ്തവരെ ഡിലേ ആയിട്ട് കസ്റ്റമറെ നമ്മൾ ഒരിക്കലും മുഷിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെയും എത്തിച്ചിട്ടില്ല. ഇത് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ കസ്റ്റമർ വന്നിട്ട് നമ്മളോട് ഇത്ര ജനൽ വേണമെന്നും അതുപോലെ ഇത്ര കട്ട്ള വേണമെന്നും പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓർഡർ എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ നമ്മൾ അടിച്ചു വെക്കുന്ന ഒരു സ്ഥാപനമല്ല. അവിടെ പാർട്ടി കസ്റ്റമർ നമ്മളോട് എങ്ങനെ ആവശ്യപ്പെടുന്നു അത് പ്രകാരം നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡാണ്. വിദേശത്ത് അറിയാലോ, സ്വഭാവികൾ എല്ലാവരും മുഖ്യ വിധമുള്ള ആൾക്കാരും ഗൾഫിൽ വിദേശത്ത് പോയുള്ള ആൾക്കാർ. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡം ഒന്നുമില്ല. പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം നമുക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അല്ല അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ജോലിക്ക് പോകും, ഉത്തരവാദിത്തോടുകൂടി ജോലിക്ക് പോകും. അവിടെ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ 2 ദിവസമാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ അത് കാരണം ജോലിക്ക് വരാനും പോകാനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. സ്ഥാപനത്തിൽ ഇപ്പോൾ ഞങ്ങൾ 8-9 പേരുണ്ടായതാണ്. ഇപ്പൊ എല്ലാവരും പോയി. ഇപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. കുഴപ്പമില്ലാരും നല്ല വർക്കർമാർ, കുഴപ്പമില്ലാത്ത ആത്മാർത്ഥത്തോടുകൂടി വർക്ക് ചെയ്യുന്ന വർക്കർമാരാണ്. ആരും ആവശ്യപ്പെടുന്നത് ഇപ്പൊ മോഡൽ വരുന്നത് യൂട്യൂബിൽ നിന്ന് വരുന്ന ഒരു മോഡലാണ് നമുക്ക് വരുന്നത്. കാരണം പണ്ട് ഞങ്ങൾ ഗേറ്റ് ഉണ്ടാക്കുന്ന ഗ്രിൽ ഉണ്ടാക്കുന്ന ഡിസൈൻ നമ്മുടെയൊക്കെ ഒരു മോഡലും ഡിസൈനിന്റെ ഗ്രിൽ ബുക്കും അതിന്റെ ഡയറി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നത് അവര് യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ട മോഡലായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതിന്റെ 3D സ്റ്റൈലില് കാർ പോർച്ച് ഉണ്ടായിരിക്കാം, അതുപോലെ വിൻഡോസ് ഉണ്ടായിരിക്കാം. അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഏത് മോഡൽ കാർ പോർച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സാധാ റൂഫ് വെച്ചിട്ടുള്ളുണ്ട്, പോളികാർബന്റ് ഉണ്ട്, പിന്നെ ഓട് മേഞ്ഞിട്ടുള്ളുണ്ട്, ടൈൽ ഷീറ്റിലുണ്ട്, പല മോഡലുകളുണ്ട്. ഏത് മോഡൽ വന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഉണ്ട് പല ആൾക്കാരും ഞങ്ങൾ വർക്ക് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ യോഗ എങ്ങനെ ഉണ്ട് എന്നുള്ള താല്പര്യം അവർ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, നല്ല അഭിപ്രായം തന്നെ ഇതുവരെ എല്ലാ കസ്റ്റമറുകളോട്. ഇപ്പൊ കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ, നമ്മൾ നേരത്തെയാണ് മഴ. അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് ഡിലേ എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ കസ്റ്റമർ നമ്മളോടൊരു വർക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഏരിയ അനുസരിച്ച് നമ്മൾ വർക്കിന്റെ ഡേറ്റ് പറയാം. ഇപ്പൊ നമുക്കൊരു കാർ പോർച്ച് ആണെങ്കിൽ നമുക്കൊരു 8 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ ആ റേഞ്ച് പറയും. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ ഡിലേ വരുന്ന എങ്ങനെ കറണ്ട് സംബന്ധമായിട്ടോ ഇതിന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ അടിക്കണമെങ്കിൽ വേണം, നമുക്ക് പവർ വേണം. പവർ ഇല്ലാതെ വർക്ക് ഒന്നും നടക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡിലേ വരിക എന്നല്ല മഴ കാരണം. അങ്ങനെ അല്ലാത്ത വേറെ ഒരു വിധത്തിൽ ഇതുവരെ ഡിലേ വന്നിട്ടില്ല. ഷീറ്റിന് അതിന് നമ്പറില്ല. ഏത് ഡിസൈൻ നമുക്ക് കാണിച്ചിരുന്നു അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണ നോർമലി ഇപ്പൊ നമ്മൾ നാട്ടിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു
3.5 ഷീറ്റ് ഇട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കൂടുതലുള്ളതിനനുസരിച്ച് ഞങ്ങൾ വർക്കിന്റെ എമൗണ്ട് സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് കുറച്ച് കൊടുക്കാറുണ്ട്. എന്നതല്ല ഇന്നിപ്പോ നമ്മുടെ സ്റ്റോപ്പിൽ ഒരു രണ്ടോ മൂന്നോ കസ്റ്റമർ വരുന്നതും അത് 3 വെറൈറ്റി മോഡലായിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രില്ല് പണിത് ആ ഗ്രില്ല് ഒരു മോഡൽ കാണിച്ചു കൊടുത്തു, ആ മോഡലിനെ മറ്റൊന്നും. ഇന്നതല്ല, ഇന്ന് അതിനോട്ട് മാറ്റം എന്ത് ചെയ്യാം, ഒരു ഡിഫറൻറ്റ് കാണിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. അപ്പൊ അവരനുസരിച്ച് നമ്മളോട് പാർട്ടിക്കാർ നമ്മൾ പറയുന്നതനുസരിച്ച് പാർട്ടിക്കാർ നിൽക്കാറുണ്ട് കേട്ടോ. ഇന്നമാരി ചെയ്താൽ ഇന്നമാരി ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അവർക്ക് അത് ഓക്കെയാണ്. അവർക്ക് വർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, അത് ലൈഫായിരിക്കണം, വൃത്തി ഉണ്ടായിരിക്കണം. അതാണ് അവരുടെ ഏറ്റവും കൂടുതലുള്ള ഒരു കൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ ഗുരുവായൂർ ഭാഗത്ത് ഒരു കാർപോർട്ട് ചെയ്താണ് 3D ടൈപ്പിലാണ്. നല്ല രസകരമായി. അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയാണ്, അവര് റിച്ച് ഫാമിലിയാണ്. അവർക്ക് അവരുടെ ഭാഗത്ത് ഇല്ലായിട്ടുള്ള വർക്കർമാർ ഞാൻ അവരൊരു വർക്ക് നാട്ടിൽ ചെയ്തു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ അവർ കുറച്ച് സ്ഥലം ഉണ്ട് അവർക്ക്. അപ്പോൾ അവിടെ ഒരു വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഗുരുവായൂർ കൊണ്ടുപോയി വർക്ക് ചെയ്യിച്ചു. അത് അവർക്ക് ഒരുപാട് വളരെയധികം ഭംഗിയായി അവർക്ക് ചെയ്തു കിട്ടും. അത് സന്തോഷമായി. അവർക്ക് വീണ്ടും അവരുടെ വർക്ക് ശരിക്കുള്ള ഫാമിലി തൃത്താലയിലാണ്. അവർ ഫുള്ളായിട്ട് തൃത്താലയാണ്, അവരെ വീടും കാര്യങ്ങളും തൃത്താലയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വീണ്ടും വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനിപ്പോ ഈ മാസം ലാസ്റ്റോട് കൂടി ഞങ്ങൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അല്ല, നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മളായിട്ട് ക്ലിയർ ആയിട്ട് നമ്മളവരായിട്ട് പെരുമാറും. നമ്മളായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ അവർക്ക് നീറ്റായി അവർ മുഖേന വരുന്നതാണ് നമുക്ക് കസ്റ്റമർ. പിന്നെ നമ്മൾ പറഞ്ഞ ഇപ്പൊ എല്ലാവർക്കും കസ്റ്റമർ ഇപ്പൊ മൊബൈൽ നമ്പറുകൾ മുഖേന നമുക്ക് വർക്ക് വരാറുണ്ട്. അപ്പൊ അവർ നമ്മളെ വിളിക്കും, എനിക്കൊരു വർക്ക് ഉണ്ട് വന്ന് നോക്കാൻ കഴിയും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണെങ്കിൽ നമ്മൾ അതിനുള്ള റേറ്റും കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു വർക്ക് വരുന്നത്. കസ്റ്റമർ തന്നെയാണ് നമുക്ക് വർക്ക് തരുന്നതാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് ക്ലിയർ ആണ്, അവർക്ക് താല്പര്യപ്പെട്ട് അവർക്ക് വർക്ക് ഫിനിഷിംഗ് ആണെന്നുള്ള തോന്നുമ്പോൾ അവരെ കസിനെ അറിയിക്കും. അവർ മുഖേന നമുക്ക് വർക്ക് തരുന്നു. ഫാമിലിയിൽ ഞാൻ, വൈഫ്, 3 മക്കളാണ്. മൂത്തവൻ പഠിക്കുന്നു, എറണാകുളത്ത് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് 10ാം ക്ലാസ് കഴിഞ്ഞു. മൂന്നാമത്തെ ആള് 3ാം ക്ലാസ് ആയിരുന്നു. അതെ, നമ്മൾ നല്ല രീതിയിൽ സ്ഥാപനം കൊണ്ടു നടക്കണം. പിന്നെ മക്കളായിട്ട് ഇപ്പൊ ഇതൊന്നും കൊണ്ടു നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ പഠിച്ച ഒരു അത്യാവശ്യം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരൊന്നും ഇപ്പൊ കൊണ്ടു നടക്കുന്നൊന്നുമില്ല. എന്നിൽ കഴിയാവുന്നത്തോളം ഞാൻ ഇത് നല്ല രീതിയിൽ കൊണ്ടുനടക്കും. ഇത് ശരിക്കും കിടക്കുന്നത് പാലക്കാട് ജില്ല തിരുമറ്റിക്കോട് പഞ്ചായത്തില് ഇപ്പൊ കിടക്കുന്ന വാർഡ് 8ാം വാർഡിൽ നമുക്ക് പെരിങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഷൊർണൂർ കുന്നോളം റൂട്ടാണ് ഇത് വരുന്നത്.